إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اتقوا الله عباد الله സ്നേഹധന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ പരമകാരുണികനും കരുണാവാരിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടൊന്നപോലെ ഓരോരുത്തരോടും അർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിന്റെ ഏറെ മഹത്തായ വ്രതത്തിന് ശേഷം അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ ഈദ് മുസല്ലയിൽ ഈദുൽ ഫിത്തറിന്റെ നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെയായി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ സമയത്ത് എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും 1000 പെരുന്നാൾ സുദിനങ്ങൾ നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്ത അമലുകളൊക്കെ അവന്റെ അടുക്കൽ സ്വാലിഹായ കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള വിശ്വാസികളെ, കുളിച്ച് പുതുവസ്ത്രം ധരിച്ച് നമ്മൾ ഓരോരുത്തരും ഈ ഈദ് മുസല്ലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒന്നാമതായി നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെയാണ്, ആദർശത്തെയാണ്. നമ്മുടെ വിശ്വാസത്തിൽ ഒരിക്കലും പുഴുക്കുത്തുകൾ കടന്നു വന്നുകൂടാ, മാലിന്യങ്ങൾ കടന്നു വന്നുകൂടാ. നമ്മുടെ വിശ്വാസം ഒരിക്കലും മലിനമാകുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂടാ. എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തിൽ മാലിന്യം കടന്നു വരുന്നത്? എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം അത് മലിനമായി തീരുന്നത്? നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നു വന്നാൽ, നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് കടന്നു വന്നാൽ നമ്മുടെ വിശ്വാസം അത് മലിനമായി തീരും. ആ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മുടെ നമസ്കാരം പോയി, നമ്മുടെ നോമ്പ് പോയി, നമ്മുടെ സക്കാത്ത് പോയി, നമ്മുടെ ഹജ്ജ് പോയി. നമ്മൾ ചെയ്ത ഏതെല്ലാം കർമ്മങ്ങളുണ്ടോ അതെല്ലാം പാഴായി പോകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നമ്മുടെ നേതാവായ
അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, പ്രവാചകരെ താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ താങ്കളുടെ മുഴുവൻ കർമ്മങ്ങളും പാഴായി പോകുമെന്ന് നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിന്റെ ഗൗരവം നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുശ്രികു ബില്ലാഹി ശൈആ, നിങ്ങൾ ഒന്നിനോടും അല്ലാഹുവിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. വ ഇൻ കുതിഅത ഔ ഹുർഇക്ത, അതിന്റെ പേരിൽ നിങ്ങൾ കഷ്ണങ്ങളായി നുറുക്കപ്പെട്ടാലും ശരി, അതല്ല തിളച്ച അഗ്നിയിലേക്ക് നിങ്ങൾ എറിയപ്പെട്ടാലും ശരി, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് വരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ മുസ്ലിമായ നമ്മൾ ഓരോരുത്തരും ഓരോ നമസ്കാരം കഴിഞ്ഞ് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ ഒരു കാര്യം നൽകാൻ തീരുമാനിച്ചാൽ അതിനെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നീ ഒരു കാര്യം തടഞ്ഞു വെച്ചാൽ അതിനെ നേടിത്തരാനും ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനോടല്ലാത്ത ഒരു തേട്ടം ജീവിതത്തിന്റെ ഒരു ഘട്ടങ്ങളിലും ഉണ്ടാകരുത്. ഒരു സൃഷ്ടിയുടെ മുന്നിൽ നമ്മൾ കുമ്പിടരുത്, കബറിടങ്ങൾ കെട്ടി ഉയർത്തരുത്. അവർ അതേപോലെ ആ കബറിടത്തിൽ കൊണ്ടുപോയി പട്ടുമൂടരുത്, അവിടെ വിളക്ക് കത്തിക്കരുത്. ഉറൂസിന്റെ നേർച്ചയുടെ ഒരുപാട് ബോർഡുകൾ നമ്മുടെ മുന്നിൽ വരവേൽപ്പിക്കുമ്പോൾ അതൊക്കെ ശിർക്കിന്റെ കേന്ദ്രങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഐക്കല്ലുകളും ഏലസുകളും ശരീരത്തിൽ ബന്ധിക്കരുത്. അതേപോലെ തന്നെ റാത്തീബുകളുടെ മൗലൂദുകളുടെ പിന്നാലെ നമ്മൾ പോകരുത്. അള്ളാഹുവിനോടല്ലാതെ ബലിയർക്കരുത്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യരുത്. അതെ, എളിമയാർന്ന ഈ തൗഹീദിന്റെ സുന്ദരമായ സന്ദേശമാണ് ഈ ഈദ് നമുക്ക് ഒന്നാമതായി നൽകുന്നത്. അതുകൊണ്ട് ആ കറകളഞ്ഞ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാം, അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ. പ്രിയമുള്ള വിശ്വാസികളെ, നമുക്കറിയാം നമ്മളൊക്കെ വിശ്വാസികളാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളെ വിളിച്ച പേര് യാ അയ്യുഹല്ലദീന ആമനു, അല്ലേ വിശ്വാസികളെ എന്നാണ്. നമ്മുടെ വേദഗ്രന്ഥം ഒന്നാണ്, നമ്മുടെ റബ്ബ് ഒന്നാണ്, നമ്മുടെ കിബല ഒന്നാണ്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിം സമൂഹം ഒന്നാണോ? അല്ല എന്നാണ് ഉത്തരം. വ്യത്യസ്ത കക്ഷികളായി, വ്യത്യസ്ത ഗ്രൂപ്പുകളായി മുസ്ലിം സമൂഹം തമ്മിൽ തല്ലുന്ന കാഴ്ചയാണ് എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പരസ്പരം പിണങ്ങി വക്കിലെത്തി നിൽക്കുന്ന ഭാര്യയും ഭർത്താക്കന്മാരുമില്ലേ, പരസ്പരം തമ്മിൽ തെറ്റി നിൽക്കുന്ന ജേട്ടന്മാരും അനുജന്മാരുമില്ലേ, പരസ്പരം മുഖത്തോട് മുഖം നോക്കാത്ത ബാപ്പയും മക്കളുമില്ലേ. അതുകൊണ്ട് വർഷങ്ങളായി തമ്മിൽ മിണ്ടാത്തവരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, പരസ്പരം സലാം പറഞ്ഞാൽ സലാം മടക്കാത്ത സംഘടനാ വക്താക്കളുണ്ട്. എന്തിനാണ് മനുഷ്യന്മാർ പരസ്പരം പിണങ്ങി നിൽക്കുന്നത്? എന്തിനാണ് പ്രിയമുള്ളവരെ മനുഷ്യന്മാർ പരസ്പരം തെറ്റി നിൽക്കുന്നത്? കാരണം പരിശോധിച്ചാൽ ദുനിയാവിന് വേണ്ടിയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഒട്ടും താഴാത്ത നമ്മുടെ വാശി പിടിച്ച മനസ്സിന്റെ പിന്നിൽ ബന്ധങ്ങൾ തകർന്നു പോവുകയാണ്. വല്ലാതെ തെറ്റി നിൽക്കുന്ന മനുഷ്യർ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് തെറ്റി നിൽക്കുന്നവരെ, പിണങ്ങി നിൽക്കുന്നവരെ, ബന്ധം മുറിച്ചവരെ കേട്ടോ, നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യഹില്ലു ലിമുസ്ലിമിൻ, ഒരു മുസ്ലിമിന് അനുവദനീയമല്ല അയ്യഹ്ജുറ അഹാഹു ഫൗക സലാസ്, 3 ദിവസത്തിൽ കൂടുതൽ തന്റെ സഹോദരനുമായി പിണങ്ങി നിൽക്കൽ നീ ഒരു മുസ്ലിം ആണെങ്കിൽ നിനക്ക് പാടുള്ളതല്ല. എന്നിട്ട് പ്രവാചകൻ പറയുന്ന ഗൗരവമേറിയ വാചകം, വമൻ ഹജറ ഫൗക സലാസ് ദഖല അന്നാർ. അങ്ങനെ തെറ്റി നിൽക്കുമ്പോഴാണ്, പിണങ്ങി നിൽക്കുമ്പോഴാണ് മരണം നമ്മെ തേടിയെത്തുന്നതെങ്കിൽ അവൻ നരകത്തിലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തിനാണ് പരിശുദ്ധ റമദാനിൽ നമ്മൾ ഒരു മാസം നോമ്പെടുത്തത്? ആ നോമ്പ് നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയാണല്ലേ. എന്നാൽ ആ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ പിണക്കമുള്ളവരോട്, തെറ്റി നിൽക്കുന്നവരുടെ നോമ്പ് റബ്ബിന് വേണ്ട എന്നാണ്, നമസ്കാരം റബ്ബിന് വേണ്ട എന്നാണ്. അവർ റബ്ബ് മാറ്റിവെക്കും, അവരുടെ കർമ്മങ്ങൾ മാറ്റിവെക്കും. അതുകൊണ്ട് അവരൊന്ന് ഇണങ്ങി വരട്ടെ, അവരുടെ പിണക്കം മാറട്ടെ എന്ന് കരുതി റബ്ബ് മാറ്റിവെക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈദ് മുസല്ലയിൽ നിന്ന് പിരിയുന്നതോടുകൂടി എല്ലാം മറക്കാൻ നമുക്ക് സാധിക്കണം, എല്ലാം പൊറുക്കാൻ സാധിക്കണം. വിട്ടുവീഴ്ചയുടെ സ്നേഹത്തിന്റെ കുളിർമഴ നമുക്ക് പെയ്യാൻ സാധിക്കണം. ഒന്ന് ഫോൺ ചെയ്തിട്ടാണെങ്കിലും പിണങ്ങി നിൽക്കുന്നവരോട് ഇണങ്ങാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ ഈദ് ധന്യമാകുന്നത്. അങ്ങനെ ഹൃദയങ്ങൾ അടിക്കട്ടെ, സ്നേഹത്തിന്റെ പുഞ്ചിരി വിടരട്ടെ. എന്നിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്റെ സംസാരം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട യുവതികളെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക. മനസ്സ് തുറന്ന് നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. എന്നാലേ റബ്ബ് നമ്മളെ തൃപ്തിപ്പെടുകയുള്ളൂ, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. നിങ്ങളെ ചൂണ്ടയിടാൻ ഒരുപാട് കെണികളാണ് ഇന്നിന്റെ കാലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അതേപോലെ തന്നെ ലിബറൽ ചിന്താഗതിക്കാരുണ്ട്. അതുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ യുവത്വം ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്റെ സംസാരം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട
ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളുടെ കൈകളിലിരിക്കുന്ന, നിങ്ങളുടെ സമീപത്തിരിക്കുന്ന, നിങ്ങളുടെ ചാരത്തിരിക്കുന്ന നിങ്ങളുടെ മക്കൾ, ആ മക്കൾ നിങ്ങളുടെ അമാനത്താണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ആ മക്കൾക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തേ മതിയാകൂ. ഒന്ന്, ഇസ്ലാം പറയുന്നു നിലയ്ക്കാത്ത സ്നേഹം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കണം. പക്ഷേ ഇന്ന് നമ്മൾ പരിശോധിച്ച് നോക്കും, പല മാതാപിതാക്കൾക്കും സ്നേഹം കൊടുക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ അദബുൽ ഹസൻ, ഏറ്റവും നല്ല സംസ്കാരം, റബ്ബിനെ ഓർക്കുന്ന മക്കളായി ആ മക്കളെ നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക, നമ്മുടെ മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന രംഗത്ത്, അവരോട് ഇടപെടുന്ന രംഗത്തൊക്കെ ഇസ്ലാമിന്റെ അതവുകൾ പാലിക്കാൻ പ്രിയമുള്ള രക്ഷിതാക്കളെ ശ്രദ്ധിക്കാറുണ്ടോ നമ്മളെന്ന് ഗൗരവമായി ആലോചിക്കണം. നമ്മുടെ പെൺമക്കൾ ഇന്ന് തട്ടം വലിച്ചെറിയുകയാണ്, അവർ നൊളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്, മുടി ക്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജീൻസിന്റെ ടോപ്പിന്റെ സംസ്കാരത്തിലേക്ക്, കോസ്മെറ്റിക് സൗന്ദര്യ വസ്തുക്കളുടെ കുത്തൊഴുക്കിലേക്ക് നമ്മുടെ പെൺമക്കൾ പോലും എത്തിപ്പെട്ട ദുരന്തത്തിലാണ് നമ്മളിത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ചുണ്ട് ചുവപ്പിച്ച് കൃത്രിമമായി ചായം പൂശി ആണേതാണ് പെണ്ണേതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ DJ പാർട്ടികളുടെയും അതേപോലെയുള്ള ചാറ്റിങ്ങിന്റെയും മിംഗ്ലിങ്ങിന്റെയും സംസ്കാരത്തിലൂടെ നമ്മുടെ മക്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചില മക്കൾ പറയുന്നു വിവാഹം പഴഞ്ചനാശയമാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് വലിയ ബാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിയേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരു പെണ്ണ് എന്നുള്ളത് അവൾ ഉത്തരവാദിത്വം പറയേണ്ടവളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളെന്ന മാതാവ്, നമ്മളെന്ന പിതാവ് നമ്മുടെ മക്കളെ കുറിച്ച് നാളെ റബ്ബിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇതാ ഒരു അവധിക്കാലമാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ അവധിക്കാലം നന്മയിലാണെന്ന് രക്ഷിതാവെന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള രക്ഷിതാക്കളെ, അറിവിന്റെ സദസ്സിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണം, ദീനീ മജ്ലിസുകളിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണം, ദീനീ ദഅവത്തിന്റെ വീതിയിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ. നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ ഇടകളിൽ കൺകുളിർമയുണ്ടാകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ലഹരിയും DJയും തോന്നിവാസങ്ങളും ഒക്കെ അരങ്ങ് തകർക്കുന്ന ഒരു ലോകത്ത് നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ദൗത്യം ദീനിലേക്ക് നമ്മുടെ മക്കളെ തിരിച്ചുവിടുക എന്നുള്ളതാണ്. നമ്മുടെ മക്കളെ തിരിച്ചറിവുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ്. ധാർമ്മികതയിലേക്ക് വഴി നടത്താൻ നമ്മുടെ മക്കൾക്കുള്ള വഴിയൊരുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നന്മയുടെ വാഹകരാകാൻ, നമ്മുടെ മക്കൾ തിന്മയ്ക്കെതിരെ പടപൊരുതാൻ വിസ്ഡം സ്റ്റുഡൻസ് ഒരുക്കുന്ന അതിമഹത്തായ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരെ ധാർമ്മികതയിലേക്ക് വീണ്ടും വീണ്ടും വഴി നടത്താനുള്ള ഒരു മഹത്തായ പ്രോഗ്രാം നടക്കുന്നു. അതിൽ നമ്മളെന്ന രക്ഷിതാവിന്റെ ഓരോ മക്കളും അവിടെ ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ നമുക്കറിയാം, നമ്മുടെ സ്കൂൾ ഓഫ് ഖുർആൻ സംരംഭം ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മക്കൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ സന്ദേശം ഏറ്റവും നന്നായി പാരായണം ചെയ്യുന്ന, ഏറ്റവും നന്നായി പഠിക്കുന്നവരാക്കി നമ്മുടെ മക്കൾക്ക് മാറ്റാനുള്ള ഏറ്റവും സുവർണാവസരമാണ്. ആ സ്കൂൾ ഓഫ് ഖുർആനിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾ അത്രയും കേന്ദ്രങ്ങൾ ഉണ്ടാകണം. ഇല്ലെങ്കിൽ കാലം വല്ലാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ മക്കളെ അവർ വഴിതെറ്റി പോയി കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് ഈദ് മുസല്ലയിൽ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഈദ്ഗാഹുകളിൽ പോലും, ഈദ് മുസല്ലയിൽ പോലും പ്രത്യേകം പരിഗണിച്ചിരുന്നുവെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഗൗരവമുള്ള ഒരു വാചകം. പ്രിയപ്പെട്ട ഉമ്മമാരെ ശ്രദ്ധിക്കണം, പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കണം. എന്താ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്? ഇത്തലഅതു ഫിന്നാർ, എനിക്ക് നരകം ദർശിക്കപ്പെട്ടു, നരകം കാണിക്കപ്പെട്ടു. വഅക്സറു അഹ്ലിഹാ അന്നിസാ, ഒരുപാട് സഹോദരിമാരെ ആ നരകത്തിൽ എനിക്ക് കാണാൻ സാധിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരുപാട് കാരണങ്ങൾ നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു. അതിലൊന്ന് സ്വന്തം ഇണയോടുള്ള ഭർത്താക്കന്മാരോടുള്ള നന്ദികേട് ഒരു കാരണമാണ്. ജാറങ്ങളുടെ, മക്ബറകളുടെ, ദർഗകളുടെയും സിദ്ധന്മാരുടെയും ഉബൂസിന്റെയും ഒക്കെ കേന്ദ്രങ്ങളിൽ ഒരുപാട് സഹോദരിമാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമായി ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. നമ്മുടെ ഒരു സഹോദരി എന്ന നിലയ്ക്ക് നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഹിജാബ് എന്നുള്ളത് അത് കേവലം ഒരു തുണി
പ്രശ്നമല്ല, അത് തഖ്വയുടെ വസ്ത്രമാണ്, അത് വിശുദ്ധിയുടെ വസ്ത്രമാണ്, അത് പരിരക്ഷയുടെ വസ്ത്രമാണ്, റബ്ബിന്റെ കൽപ്പനയാണ്. യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന. നീ ഒരു മുസ്ലിം പെണ്ണാണെങ്കിൽ, മുസ്ലിം ഉമ്മയാണെങ്കിൽ, സഹോദരിയാണെങ്കിൽ മാറിടത്തിലൂടെ ആ വസ്ത്രം താഴ്ത്തിയിടണമെന്നാണ്. നമ്മുടെ ശരീരത്തിന്റെ ആകാരങ്ങളും ശരീരത്തിന്റെ സൗന്ദര്യവും സ്വന്തം ഇണയുടെ മുന്നിലല്ലാതെ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിന്റെ തിട്ടൂരമാണ്. അതുകൊണ്ട് ആ ഹിജാബ് അഴിച്ചു വെക്കാൻ നമ്മളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഇല്ല, നമുക്ക് പറയാൻ കഴിയണം, എന്റെ തഖ്വയുടെ വസ്ത്രം ആരൊക്കെ ഏതൊക്കെ കൽപ്പനയിട്ടാലും അഴിച്ചു വെക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ, തിരിച്ചു പോവുക നമ്മുടെ മാതൃകകളായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ജീവിതത്തിലേക്ക്, പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ ഒട്ടനവധി ജീവിത മാതൃകകളിലേക്ക് തിരിച്ചു പോയിക്കൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇന്ന് നമ്മൾ എവിടെയും കേൾക്കുന്ന ഒരു ചർച്ച ലഹരിയെ കുറിച്ചാണ്. പല മക്കളും എന്ന ലഹരിയുടെ പിടിയിലാണ്, പല യുവാക്കളും അതിന്റെ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. പലരും ആഗ്രഹിക്കുന്നു ഒന്ന് തിരിച്ചു വരാൻ, പക്ഷെ സാധിക്കുന്നില്ല. ലഹരിയിൽ നിന്ന് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല. പലരും വിഭ്രാന്തിയിലാണ്. ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. ലഹരി കിട്ടാൻ ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യുന്നവർ. സ്വന്തം ഉമ്മമാരെ പറയുന്നു, എന്റെ മകനെ പേടിച്ചുകൊണ്ട് എനിക്കിവിടെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല എന്ന് സ്വന്തം മാതാവ് പോലും പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരി എന്ന് വെച്ചാൽ അത് മദ്യം തന്നെയല്ല, മറിച്ച് തന്റെ ശരീരത്തിൽ ഒട്ടിക്കുന്ന 25 പൈസയുടെ ഒരു നാണയത്തുട്ടിന്റെ അത്ര വലിപ്പമുള്ള ഒരു സ്റ്റാമ്പ് തന്റെ ശരീരത്തിൽ ഒട്ടിച്ചാൽ 24 മുതൽ 48 വരെ മണിക്കൂർ ലഹരി കിട്ടുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരി വലിച്ചും ലഹരി ഉപയോഗിച്ചും സ്വയം ഇല്ലാതെയാകുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം വളരെ ഗൗരവമായി പറയുന്നു, ഉമ്മുൽ ഹബായിസ്, ലഹരി എന്നുള്ളത് ഏതൊക്കെ ലഹരിയുണ്ടോ അതെല്ലാം സകല തിന്മകളുടെയും മാതാവാണ്. മിഫ്താഹു കുല്ലി ശൈഇൻ, മുഴുവൻ തിന്മകളുടെയും താക്കോലാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ലഹരി എത്ര ചെറുതാണെങ്കിലും എത്ര നിസ്സാരമാണെങ്കിലും അത് ഹറാമാണ് എന്ന് ലോകത്തോട് പഠിപ്പിച്ച ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാമും ലോകത്തോട് പറയുന്നു, ലഹരി ഏകെ വർദ്ധിച്ചു വന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ലഹരിയോട് അടുക്കരുത്, അതിനോട് സമീപിക്കരുത്. അതുകൊണ്ട് ഇസ്ലാമിന് പറയാനുള്ളത്, നമ്മുടെ ജീവിതം ഒടുങ്ങാതിരിക്കാൻ ലഹരി തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ്, ലഹരിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ലഹരിയിൽ നിന്നുള്ള പരിഹാരം നമ്മൾ ഇവിടെ മുടക്കിയ തക്ബീറാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീയാണ് എനിക്ക് ഏറ്റവും വലിയവൻ, എന്റെ മാതാപിതാക്കളെക്കാൾ, എന്റെ മക്കളെക്കാൾ, ഞാൻ ഈ ലോകത്ത് പ്രിയപ്പെട്ടതായി കാണുന്ന ഏതെല്ലാം ഉണ്ടോ അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും വലിയവൻ എന്റെ റബ്ബാണ് എന്നുള്ള ആ ഒരു ബോധം കൊണ്ട് മാത്രമേ ലഹരിയിൽ നിന്ന് മോചനം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നാട്ടുകാരറിയുന്നില്ലെങ്കിലും, വീട്ടുകാരറിയുന്നില്ലെങ്കിലും, സമൂഹം അറിയുന്നില്ലെങ്കിലും ആ ലഹരിയിൽ നിന്ന് എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഒരു മഹാതിന്മയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ലഹരിയോട് നോ പറയുക, ലഹരി ജീവിതത്തിന്റെ പടിക്ക് പുറത്താക്കി നമ്മൾ ജീവിതത്തെ ശുദ്ധീകരിച്ച് ഒരു വിശ്വാസി എപ്പോഴും തന്റെ ജീവിതമാണ് യഥാർത്ഥ വിശ്വാസമാണ് ആ ലഹരി എന്ന് തിരിച്ചറിഞ്ഞ് റബ്ബിലേക്ക് ആത്മാർത്ഥമായി ഏറ്റുപടങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈദ് മുസല്ല എന്നുള്ളത് സ്വതക്കയുടെ ദിവസമാണ്. കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യേണ്ട ഈ ദിവസം കഴിവിന്റെ പരമാവധി സ്വതക്ക ചെയ്യുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക വർദ്ധിപ്പിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ട ഒരു ദിനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു ബോധ്യവും നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ചില ആളുകൾ വിളിച്ചു പറയുന്ന ഒരു വാചകം, എപ്പോഴും നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു വാചകം, ചില ആളുകൾ പറയുന്നു, ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കുക. എന്നിട്ട് അവർ വിളിച്ചു പറയുന്നു, മൈ ബോഡി മൈ ചോയ്സ്, മൈ ബോഡി മൈ റൈറ്റ്. എന്റെ വിശ്വാസം, എന്റെ ശരീരം അതെന്റെ ചോയ്സ് ആണ്, എന്റെ തെരഞ്ഞെടുപ്പാണ്. അതേപോലെ എന്റെ ശരീരം എന്റെ അവകാശമാണ്. ഞാൻ ഇഷ്ടമുള്ളത് കാണും, ഇഷ്ടമുള്ളത് ചെയ്യും. എന്ത് തോന്നിവാസങ്ങളും എന്ത് വൃത്തികേടുകളും ചെയ്യാൻ ഒരു ലൈസൻസായി ഈ വാചകങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവരെ നമ്മൾ വിളിക്കുന്നത് ലിബറൽ ചിന്താഗതിക്കാരെന്നാണ്, സ്വതന്ത്രവാദക്കാരെന്നാണ്. അവർ പറയുന്നു എന്ത് ചെയ്യാം, ഉമ്മയെന്നോ അതേപോലെ തന്നെ സഹോദരി എന്നോ വ്യത്യാസമില്ലാതെ ഏത് തോന്നിവാസങ്ങളും ചെയ്യാം എന്ന് പറയുന്ന ലിബറലിസത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടിക്ക് പുറത്താക്കാൻ നമ്മളെ കൂട്ടായി പരിശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വിഡ്ഢിത്തം പുലമ്പുന്നവരോട്, ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് വിഡ്ഢിത്തം പുലമ്പുന്നവരോട് ഇസ്ലാമിന് പറയാനുള്ളത്, ജീവിതം ഒന്നല്ല എന്നാണ്. ജീവിതം ഒന്നല്ല, മറിച്ച് ജീവിതം രണ്ടുണ്ട്. ഒരു അണുമണി തൂക്കമാണ് നന്മ ചെയ്യുന്നതെങ്കിലും അത് കാണപ്പെടുന്ന ഒരു ലോകമുണ്ട്. അണുമണി തൂക്കം തിന്മ ചെയ്താലും കൊണ്ടുവരപ്പെടുന്ന ഒരു ലോകമുണ്ട്. കൊമ്പുള്ള ആടിനെ കൊമ്പില്ലാത്ത ആട് കുത്തിക്കഴിഞ്ഞാൽ അതിന് പ്രതികാരം ചെയ്യിക്കുന്ന ഒരു ലോകം
കടന്നു വരാനുണ്ട്. അതുകൊണ്ട് എന്റെ ശരീരം എന്റെ അവകാശമാണെന്ന് പ്രഖ്യാപിക്കുന്നവരോട് ഇസ്ലാമിന് പറയാനുള്ളത്, അല്ല, നിന്റെ ശരീരം നിന്റെ അവകാശമല്ല, മറിച്ച് നിന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന്റെ വിധിവിലക്കൽ അനുസരിക്കാൻ നീ ബാധ്യസ്ഥനാണ്. ബഹിരാകാശത്തേക്ക് എന്ന് പറഞ്ഞ് യാത്ര തിരിച്ച് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വരാമെന്ന് വ്യാമോഹിച്ച് പോയവർക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിച്ചിട്ടും തിരിച്ചു വരാൻ സാധിച്ചില്ല എങ്കിൽ, ചൈനയിലെ വുഹാനിൽ ഒരു വൈറസ് പൊട്ടി പുറപ്പെട്ട സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ ലോകം മൊത്തം ഒരുമിച്ച് കൈകോർത്തിട്ടും സാധിക്കുന്നില്ല എങ്കിൽ, ഇതേപോലെയുള്ള നൂറുകണക്കിന് അനുഭവങ്ങൾ നമ്മയോട് വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യം, മനുഷ്യരെ, നിന്റെ ജീവിതം നിന്റെ കയ്യിലില്ല, നിന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിന്റെ നിയന്ത്രണത്തിലാണ് നീ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തഖിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. എന്റെ കണ്ണടച്ച് തുറക്കുന്ന സമയം പോലും, ഒന്നിമവട്ടുന്ന സമയം പോലും റബ്ബേ എന്റെ കാര്യങ്ങൾ എന്നിൽ ഏൽപ്പിക്കരുത് എന്ന് പ്രഖ്യാപിക്കുന്നവനാണ് മുസ്ലിം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിനയാന്യതരാവുക, ആ സൃഷ്ടാവിലേക്ക് ഖേദിച്ചു മടങ്ങുക, ജീവിതത്തിൽ വിജയിക്കാനായി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിലെ ജിഹാദ് വീണ്ടും ചർച്ചയാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ചില വൃത്തികെട്ട മനസ്സുകൾ, ചില വൃത്തികെട്ട നാവുകൾ അവർ ഇന്ന് ജിഹാദിനെ വികലമാക്കി തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച ഒരു ജിഹാദ് ഉണ്ട്. എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ജിഹാദ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ജിഹാദ് അത് ആർദ്രതയുടെ ജിഹാദാണ്, അത് അലിവിന്റെ ജിഹാദാണ്, അത് കാരുണ്യത്തിന്റെ ജിഹാദാണ്, അത് മാതാപിതാക്കളെ പരിഗണിക്കുന്ന ജിഹാദാണ്, അത് പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്ന ജിഹാദാണ്, അത് സ്വന്തം ദേഹേച്ഛകളെ തടഞ്ഞു നിർത്തുന്ന ജിഹാദാണ്. കഴിഞ്ഞ ഒരു മാസം മുസ്ലിം സമൂഹം ശക്തമായ ജിഹാദിലായിരുന്നു, സ്വന്തം ഇച്ഛകളോടുള്ള ജിഹാദ്. അതുകൊണ്ട് തന്നെ ആ ജിഹാദ് പഠിക്കുന്ന ഒരു വിശ്വാസിക്ക്, ആ ജിഹാദിനപ്പുറം പ്രേമത്തിന്റെ ഒരു ജിഹാദ് ഇസ്ലാമിലില്ല, നാർക്കോട്ടിക്കിന്റെ ഒരു ജിഹാദ് അവിടെയില്ല, മറ്റുള്ളവന്റെ മേൽ കത്തിവെക്കുന്ന ഒരു ജിഹാദ് നമുക്ക് അവിടെ കാണുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, നിങ്ങൾ ഈ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യണം. അതെ, നമ്മുടെ ആയുധം എന്നുള്ളത് ഖുർആനാണ്. പ്രിയമുള്ളവരെ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് കഴിഞ്ഞു പോയത്. ആ ഖുർആൻ പഠിക്കാൻ അതിന്റെ സദസ്സുകളിൽ, ലേണിംഗ് ക്ലാസ്സുകളിൽ നമ്മൾ ഉണ്ടാകുമോ, നമ്മുടെ കുടുംബം ഉണ്ടാകുമോ എന്ന് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ജിഹാദിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഈ ജിഹാദിനെ കുറിച്ച് പഠിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം എന്നുള്ളത് മാനവികതയുടെ ദർശനമാണ്. ഇസ്ലാമിൽ ആഢ്യനില്ല, ഇസ്ലാമിൽ ഖുറൈശിയില്ല, ഇസ്ലാമിൽ പാവപ്പെട്ടവനെന്നും പണിക്കാരനെന്നും പണക്കാരനെന്നുമുള്ള വ്യത്യാസം പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ സാധ്യമല്ല. മറിച്ച് ഇസ്ലാം മനുഷ്യരോട് പറയുന്നത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. നിങ്ങൾ വ്യത്യസ്ത ഗോത്രങ്ങൾ ആക്കിയത്, നിങ്ങളെ വെളുത്തവനാക്കിയത്, നിങ്ങളെ കറുത്തവനാക്കിയത്, നിങ്ങളെ ഹാഷിമും ഖുറൈശിയുമാക്കിയത് തൊലിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തല്ലാനല്ല. അതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ നിങ്ങൾക്കൊരു സ്ഥാനവുമില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, റബ്ബിനെ സൂക്ഷിക്കുന്ന ഒരു മനസ്സുണ്ടോ എന്നാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ലാ ഫദ്ല ലി അറബിയും വലാ അജമിയ, വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ഒരു ശ്രേഷ്ഠതയും പരിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. തഖ്വയുള്ള ഒരു മനസ്സ്, പരിശുദ്ധ റമദാൻ നേടിത്തന്ന മനസ്സ്, ആ മനസ്സുകൊണ്ട് മാത്രമേ റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുള്ളൂ, റബ്ബിന്റെ അടുക്കൽ മാനമുള്ളൂ എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ മാനവികതയുടെ സന്ദേശത്തിന്റെ കുടക്കീഴിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് മനുഷ്യരെ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ സാഹോദര്യത്തിന്റെ, സമത്വത്തിന്റെ സുന്ദരമായ കുടക്കീഴിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്നു. പല ആളുകളും തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു, റമദാൻ കഴിഞ്ഞല്ലോ, ഇനി നമസ്കാരം നിർത്താം, ഇനി ഖുർആൻ പാരായണം നിർത്താം, ഇനി ഇബാദത്തുകൾ നിർത്താം എന്ന് പല സഹോദരങ്ങളും തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. ഇല്ല സഹോദര, ഇല്ല സഹോദരി, നമുക്ക് നിർത്താൻ സമയമായിട്ടില്ല. കാരണം വിശ്വാസിയുടെ ഒന്നാമത്തെ വിശ്രമം എന്നുള്ളത് ഖബറിലാണ്, രണ്ടാമത്തെ വിശ്രമം സ്വർഗത്തിലാണ്. കേവലം റമദാനിന്റെ സീസൺ ഭക്തിക്കാരായി കടന്നു വന്നവരാണ് നമ്മളെങ്കിൽ, നമ്മുടെ മുൻഗാമികൾ പറഞ്ഞതുപോലെ എന്തൊരു വൃത്തികെട്ട സമൂഹമാണ് അവർ. അവർക്ക് റബ്ബിനെ റമദാനിലല്ലാതെ പരിചയമില്ല എന്ന് നമ്മുടെ മുൻഗാമികൾ ചോദിച്ച ചോദ്യം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ തറയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റമദാനോടുകൂടി സകല നന്മകളും നിർത്താനാണ് നമ്മുടെ തീരുമാനമെങ്കിൽ നമ്മുടെ നമസ്കാരം പോയി, നമ്മുടെ ഒരു മാസത്തെ നോമ്പ് പോയി, നമ്മുടെ മുഴുവൻ സൽക്കർമ്മങ്ങളും ഇല്ലാതെയായി പോകും. പരിശുദ്ധ ഖുർആൻ ഒരു പെണ്ണിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, വലാ തകൂനു കല്ലതീ നഖലതു സുലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ആ പെണ്ണ് ചെറിയ ചെറിയ വടമെടുത്ത് പിരിച്ച് വലിയ കയറാക്കി മാറ്റി, അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച്
വീണ്ടും അതേ രൂപത്തിൽ ആ പിരികൾ ഓരോന്നായി അഴിച്ച് തന്റെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞാലും നോമ്പ് അവസാനിക്കുന്നില്ല. ശവ്വാലിൽ 6 നോമ്പ് ഉൾപ്പെടെ ഇനിയും സുന്നത്ത് നോമ്പുകളുണ്ട്. ഖുർആൻ മാറ്റിവെക്കാൻ സമയമായിട്ടില്ല. ആ ഖുർആൻ പഠിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. ഇല്ലെങ്കിൽ നമ്മുടെ പ്രവാചകൻ നാളെ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഖബർ മുതൽ തുടങ്ങുന്ന ലോകം നമ്മൾ പരാജയപ്പെടുമെന്നുള്ള തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം. അതുകൊണ്ട് നോമ്പ് അവസാനിക്കുന്നില്ല, ഖുർആൻ എവിടെയും പോകുന്നില്ല, പള്ളിയുടെ കവാടങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടുന്നില്ല. കർമ്മങ്ങൾക്ക് ഇനിയും പ്രതിഫലമുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഇനിയും ഉത്തരമുണ്ട്. മരണം വരെ ആരാധന നിരതരായിരിക്കും നമുക്ക് സാധിക്കണം. മുൻപുള്ളവർ പറഞ്ഞതുപോലെ കുൻ റബ്ബാനിയൻ, നമ്മൾ റബ്ബിന്റെ ആളുകളാകണം. വലാത്തക്കു റമദാനിയൻ, റമദാൻ സ്പെഷ്യലിസ്റ്റുകളായിട്ടല്ല നമ്മൾ മാറേണ്ടത്, റബ്ബിന്റെ ആളുകളായി റബ്ബിന്റെ വിധേയനായ അടിമയാകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പെരുന്നാളാണ്, പെരുന്നാൾ ആഘോഷിക്കാനുള്ളതാണ്, ആനന്ദിക്കാനുള്ളതാണ്, സംശയമില്ല. പക്ഷേ നമ്മൾ ആലോചിക്കണം, ഇന്ന് പലപ്പോഴും പെരുന്നാൾ ദിനം അത് ദൂർത്തിന്റെ പൊങ്ങച്ചത്തിന്റെ വേദികളായി പരിണമിക്കുന്ന വല്ലാത്ത ദുരന്തമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈദിന്റെ ചൈതന്യങ്ങൾ കളയുന്ന ഒരു പ്രവർത്തനവും, പരിശുദ്ധ റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച ആ നന്മകളുടെ ചൈതന്യങ്ങൾ കളയുന്ന ഒരു പ്രവർത്തനവും ഈ ഈദ് സുദിനത്തിൽ തുടർന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം. പെരുന്നാൾ എന്നുള്ളത് ബന്ധങ്ങൾ പുതുക്കാനുള്ളതാണ്. അയൽവാസികളെ സന്ദർശിക്കണം, കുടുംബക്കാരെ സന്ദർശിക്കണം, സുഹൃത്തുക്കളെ സന്ദർശിക്കണം, രോഗികളെ സന്ദർശിക്കണം. പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകാനുള്ളതാണ് പെരുന്നാൾ. പുണ്യം നേടാനുള്ള ഒരവസരമായി ഈ ഈദ്ഗാഹിനെ പ്രിയമുള്ളവരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. കാരണം ഈദ്ഗാഹിൽ നിന്ന്, ഈദ് മുസല്ലയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പിശാചിന്റെ 100 ചതിക്കുഴികളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഈദ് സ്പെഷ്യൽ പ്രോഗ്രാമുകൾ എന്ന് പേരിട്ടുകൊണ്ട് ഒരുപാട് അനിസ്ലാമികമായ കോലത്തിലും ഭാവത്തിലും നമ്മളെ മാടി വിളിക്കാൻ, നമ്മുടെ ഈമാനിനെ കരിച്ചു കളയാൻ, നമ്മുടെ നോമ്പിനെ മുഴുവൻ പാഴാക്കി കളയുന്ന ഒരുപാട് ഈദ് സ്പെഷ്യൽ പ്രോഗ്രാമുകൾ കാത്തിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കണമില്ല, ഞാൻ മുസ്ലിമാണ്, അതുകൊണ്ട് ഈ റമദാനിൽ നേടിയ ചൈതന്യം ഈദിന്റെ സുദിനം മുതൽ കളഞ്ഞു കുളിക്കാൻ ഞാനില്ല എന്ന് പ്രഖ്യാപിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മുടെ മുന്നിലുണ്ട്, നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ സമയത്ത് ഒരു ജനതയെ കുറിച്ച് പറയാതെ എന്റെ സംസാരം പൂർണ്ണമാവുകയില്ല. ഒരു ജനതയെ ഓർക്കാതെ ആ ഫലസ്തീൻ എന്ന പ്രദേശത്തെ നമ്മുടെ സഹോദരങ്ങളെ, ആ സഹോദരങ്ങളെ ഓർക്കാതെ എന്റെ സംസാരം ഇവിടെ പൂർണ്ണമാവുകയില്ല. നമ്മുടെ സഹോദരങ്ങൾ വല്ലാത്ത ദുരന്തത്തിലാണ്, വളരെ ദുരിതക്കയത്തിലാണ്, പ്രയാസത്തിലാണ്. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സഹോദരിമാർ, അതേപോലെ ഇണകൾ നഷ്ടപ്പെട്ട സഹോദരിമാർ, പിഞ്ചോമനകൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, അന്തിയുറങ്ങാൻ വീടില്ലാതെ, അഭയാർത്ഥി ക്യാമ്പിൽ ഏത് നിമിഷവും തന്റെ മേൽ വർഷിക്കുന്ന ബോംബുകളുടെയും തോക്കിന്റെയും ശീൽക്കാരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന പലസ്തീൻ ജനതയെ കൊന്നിട്ടും മതിയാകാത്ത സൈനിസ്റ്റ് ജൂതന്മാർക്കും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന പൈശാചിന്റെ ആളുകൾക്കും പലസ്തീൻ അവരിന്ന് ഒരു ദുരന്ത ഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അല്ലാഹുവേ, പലസ്തീനിലെ ഗാസയിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ റബ്ബേ നീ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥന ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹുവേ, അവരുടെ ശത്രുക്കളെ അവരെ നീ കൈകാര്യം ചെയ്യുകയും അവരുടെ കുതന്ത്രങ്ങളെ തകർത്ത് കളയുകയും ചെയ്യണമെന്ന് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, നമുക്കറിയാം മുസ്ലിം സമൂഹത്തിന് ഒരു കാലഘട്ടം കടന്നു വരും. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതെ, ഈ സമൂഹം പീഡിപ്പിക്കപ്പെടുന്ന, മർദ്ദിക്കപ്പെടുന്ന, വിശന്ന ഒരു ഭക്ഷണത്തളിയിലേക്ക് ഭക്ഷണം കഴിക്കാത്തൊരു സമൂഹം തന്റെ കൈകൾ നീട്ടുന്ന പോലെ ഈ സമൂഹം പീഡിപ്പിക്കപ്പെടുന്ന, മർദ്ദിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കടന്നു വരും. സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ബൽ അൻതും, ഞങ്ങളെന്ന് കില്ലത്തിന് യൗമഇദിൻ, ഞങ്ങളെന്ന് എണ്ണത്തിൽ കുറവായിരിക്കുമോ, ഞങ്ങളെന്ന് ന്യൂനപക്ഷമായിരിക്കുമോ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, അല്ല, ബൽ അൻതും കസീറുൻ, നിങ്ങളെന്ന് എണ്ണത്തിൽ കൂടുതലുണ്ടായിരിക്കും. പക്ഷേ വലിയ മലവെള്ള പാച്ചിലിൽ ഒലിച്ചു വരുന്ന ചപ്പുകളെ പോലെ, ചവറുകളെ പോലെ, വീര്യമില്ലാത്ത, ആദർശമില്ലാത്ത, ഈമാനില്ലാത്ത ഒരു കൂട്ടമായി മുസ്ലിം സമൂഹം അധപതിക്കുന്ന ഒരു കാലഘട്ടം ലോകത്ത്
കടന്നു വരുമെന്ന് നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുസ്ലിം സമൂഹം കേവലം കാനേശുമാരിയുടെ കോളത്തിൽ ഒതുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ലിബറൽ ചിന്താഗതിയിലേക്കും നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളിലേക്കും കുഫറിന്റെയും ശിർക്കിന്റെയും വഴിപിഴച്ച ആദർശങ്ങളിലേക്കും മുസ്ലിം സമൂഹം ചേക്കേറുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്തിലേക്ക് കടന്നു വന്ന അഖില പ്രവാചകന്മാരും തങ്ങളുടെ ഉമ്മത്തിന് നൽകിയ ഒരു വസിയത്തുണ്ട്, തങ്ങളുടെ അനുയായികൾക്ക് നൽകിയ വസിയത്തുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ വസിയത്ത്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ വസിയത്ത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ വസിയത്ത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ വസിയത്ത്, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്ത്. ആ വസിയത്താണ് നമ്മൾ ഓരോരുത്തരും ഈദിന്റെ സുദിനത്തിൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടത്. ഏതാണ് ആ വസിയത്ത്? ഇബ്രാഹിമു ബനീഹി വയാഖൂബ്. അതെ, ഇബ്രാഹിം നബിയും അതേപോലെ യാഖൂബ് നബിയും ഒക്കെ തന്നെ തങ്ങളുടെ മക്കൾക്ക് നൽകിയ വസിയത്ത്. യാ ബനിയ, അലിയ പ്രിയപ്പെട്ട മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ. ഇതാ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു മതത്തെ, ഏറ്റവും ഉജ്ജ്വലമായ ഒരു ആദർശത്തെ റബ്ബ് നിങ്ങൾക്ക് ഇതാ തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ വക്താക്കളായി കൊണ്ടല്ലാതെ നിങ്ങൾ ഒരിക്കലും മരിച്ചു പോകരുതേ, ഈ ദുനിയാവിൽ നിന്ന് വിട പറയരുതേ എന്ന് ലോകത്തിന്റെ പ്രവാചകന്മാർ നൽകിയ വസിയത്തിനെ നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെച്ചുകൊണ്ട് ഈദിന്റെ മഹിതമായ സന്ദേശങ്ങൾ നെഞ്ചിലേറ്റി ഒരേ മനസ്സോടെ റബ്ബിനെ വാഴ്ത്തി സ്നേഹങ്ങൾ പങ്കുവെച്ച് ആശംസകൾ പങ്കുവെച്ച് പരസ്പരം നന്മകൾ പകർന്നു കൊടുത്ത് പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ഈ ഈദ് മുസല്ലയിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.